the story of a college student who started a TVS dealership in 1984. The journey of a 20-year-old from a remote village in Kerala pursuing his dream of being successful. No, this is not the plot of a movie, but is filled with the adrenaline of man against all odds. It is a glimpse into the life of a dealer, Shaji Joseph, the managing director of TVS Cochin Motors. It all started in 1984 when Shaji opened a motorcycle showroom at Kaduvanthra, Kochi with less than 10 employees. After 40 years, the business has flourished with 3 thriving branches in Kochi's most vibrant hubs: Vaitila, Mamankalam, and Tripunithura. Shaji Joseph has been in the driving seat of this success story, witnessing the transition from I&D Suzuki motorcycles to TVS Motor Company. Even today, he is as excited he was 40 years ago, stronger with wisdom gained through experience. 1984 ഞാൻ കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്താണ് കൊച്ചിൻ മോട്ടോഴ്സ് എന്നുള്ള ഈ ഒരു സ്ഥാപനം എനിക്ക് തുറക്കുവിടാൻ സാധിക്കുന്നത്. അന്ന് ഞാൻ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. സത്യത്തിൽ അന്ന് ഇതൊരു പാഷനായിരുന്നു. എനിക്ക് ഒരു 2 വീലറിനോടുള്ള എൻ്റെ പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ബൈക്കുകളോടുള്ള ഒരു അടുപ്പം, അതൊക്കെയാണ് എന്നെ ഈ ബിസിനസ്സിലോട്ട് കൂടുതൽ എൻ്റെ ഒരു പാഷനായിട്ട് എന്നെ ഇതിനകത്തേക്ക് തുടങ്ങാനായിട്ട് സഹായിച്ചത്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ തുടക്കമിടാനായിട്ട് എൻ്റെ ആഗ്രഹം വന്നപ്പോൾ എന്നെ സഹായിച്ചത് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പേരൻസ് അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ മാനസിക പിന്തുണയും എനിക്ക് നൽകിയത് അവരാണ്. അതേപോലെ എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒരുമിച്ച് നിന്ന്, അന്ന് ഞാൻ ബാച്ചിലറായിരുന്ന ഒരു സമയത്താണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് തന്നെ എല്ലാവിധ പിന്തുണയും എനിക്ക് നൽകി. അത് പിൽക്കാലത്ത് ഒരു 4-5 വർഷത്തിന് ശേഷം ഞാൻ വിവാഹിതനാവുകയും അത് കഴിഞ്ഞ് എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ് എന്നോടൊപ്പം ചേരുകയും എല്ലാവിധ പിന്തുണയും എനിക്ക് നൽകി. അങ്ങനെ ഒരു ടോട്ടൽ ഫാമിലി ആയിട്ടുള്ളൊരു സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ഈ കൊച്ചിൻ മോട്ടോഴ്സ് എന്ന ഈ സ്ഥാപനം ഇങ്ങനെ ഈ ഒരു 40 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. മാർക്കറ്റിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഇന്ന് കാണുന്ന ഡെയിലി നമ്മൾ കാണുന്ന പല ടെക്നിക്കുകളും അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത് കൊച്ചിൻ മോട്ടോഴ്സിനാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഡെയിലി കാണുന്ന എക്സ്ചേഞ്ച് മേളകളും സ്കീംസൊക്കെ. അന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ എക്സ്ചേഞ്ച് മേളകൾ സംഘടിപ്പിക്കുന്നതും അതിലൂടെ ധാരാളം വാഹനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കാനും സാധിക്കുന്നു. അതേപോലെ കസ്റ്റമേഴ്സിനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് കസ്റ്റമറിൻ്റെ ക്ലബ്ബുകൾ ഫോം ചെയ്യുക, കസ്റ്റമർക്ക് റെഫറൽ സ്കീമുകൾ അനൗൺസ് ചെയ്യുക, ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൂടുതൽ മറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുക. ഇങ്ങനെ ധാരാളം ഓഫറുകളും സ്കീമുകളും മാർക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് കൊച്ചിൻ മോട്ടോഴ്സിന് ആദ്യമായിട്ട് തന്നെ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 1994 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിൾ വിറ്റ ഡീലർ എന്നുള്ള അവാർഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി. A good sales team is never complete without an even better service, and back then, trained mechanics were hard to find. Thus, 2-wheeler engineering courses were conducted in addition to offering training programs to private mechanics, thereby laying the groundwork for developing the market. After strengthening the base, a 14-hour service facility running from 7 a.m. to 9 p.m. was started in 1997. Today, TVS Cochin Motors offer premium service to its customers. Embracing technology and using it to its advantage has shown a growth of 20 to 30% in paid service contribution. The best appointment system and job card creation offered. Using the digital app adds color to an efficient pick and drop facility, simplifying the service procedure for the customer. The year 1997 also witnessed the beginning of extensive marketing strategies such as free service camps, customer meets, etc. ഈ കഴിഞ്ഞ 40 വർഷത്തെ കാലയളവിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം പേര്, അത് പറയുകയാണെങ്കിൽ 30-35 വർഷവുമായിട്ടും സ്ഥാപനത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ധാരാളം പേര് ഇന്നും എന്നോടൊപ്പം ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂവിന് വരുന്ന ആ സമയം മുതൽ ആ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആ വ്യക്തി ഈ സ്ഥാപനത്തിൻ്റെ എന്നുള്ളത് മാത്രമല്ല,
ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത് കൂടി നമ്മൾ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊരു ജോലിയേക്കാളും കൂടുതൽ ഇവിടെ ഒരു ലേണിംഗ് സെൻ്ററായിട്ട് എടുക്കുക. കൊച്ചിൻ മോട്ടോഴ്സിനെ ഒരു ലേണിംഗ് സെൻ്ററായിട്ട് നിങ്ങളും കാണുക. ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങി ഇതിലൂടെ വളർന്നു വന്നോ അതേപോലെ നിങ്ങളും നിങ്ങളുടെ കരിയർ ഇവിടുന്ന് വളർത്തിയെടുക്കുക. ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾ പഠിക്കണം. കൊച്ചിൻ മോട്ടോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിച്ച് വളരണം. തെറ്റുകൾ ഉണ്ടാകാം, തെറ്റുകൾക്ക് ഒരു പ്രശ്നവും കൊച്ചിൻ മോട്ടോഴ്സിൽ ഉണ്ടാകുകയില്ല. ആ ഒരു അഷുറൻസ് എല്ലാ സ്റ്റാഫുമായിട്ട് ഞാൻ കൊടുക്കുകയും അവരുമായിട്ടൊരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ടും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. 84 കൊച്ചിൻ മോട്ടോഴ്സ് തുടങ്ങുന്ന സമയത്ത് 10 എംപ്ലോയീസുമായിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം തുടക്കമിടുന്നത്. ഇന്ന് 40 വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് ഏകദേശം 200-നോടടുത്ത് എംപ്ലോയീസ് ഈ സ്ഥാപനത്തിൻ്റെ പല ബ്രാഞ്ചുകളിലും സ്ഥാപനത്തിലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നല്ല ബഹുഭൂരിപക്ഷം മെജോറിറ്റി സ്റ്റാഫും വളരെയധികം ലോങ് സർവീസ് ഉള്ളവരാണ്. 20 വർഷത്തിന് മേലും 30 വർഷത്തിന് മേലും എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവർ ധാരാളം പേര് ഈ സ്ഥാപനത്തിലുണ്ട്. Endeavoring into new marketing tactics have always helped TVS Cochin Motors in wooing the youth of India, be it in the 90s or in today's virtual world. In 1997, various motor shows, first of its kind, were conducted, catching the eye of the public. In 2000, mega fashion shows added spice to product launches. Today, extensive use of social media helps in promoting sales and service. In 2005, the chairman and managing director, Honorable Venu Srinivasan, visited the showrooms and gave guidance. A legacy was born in 2006. All India motorcycle rides were organized, encoding adventure into the joy of riding a motorcycle. Today, the Apache Owners Group carries the flag forward by conducting at least one ride every month. TVS മോട്ടോർ കമ്പനി വളരെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ടൂ വീലർ കമ്പനിയാണ് ഇന്ത്യയിലെ. അവർ ഏറ്റവും ബെറ്റർ മോഡലുകളും എല്ലാം മാർക്കറ്റിൽ ഇറക്കി കോമ്പറ്റീറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ മുമ്പിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ മോട്ടോഴ്സിൻ്റെ വളർച്ച ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-ൽ നിന്നും 200 എംപ്ലോയീസ് എത്തുകയും അതേപോലെ ബിസിനസ് വോളിയം കൂടുകയും ചെയ്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ കൊച്ചിൻ മോട്ടോഴ്സ് വളർന്നു അതേപോലെ തന്നെ ഇനിയും കൊച്ചിൻ മോട്ടോഴ്സ് ധാരാളം ഏരിയാസിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ഇനി പ്ലാനുള്ളത്. എൻ്റെ ഫാമിലി എങ്ങനെ വളർന്നു, ഇപ്പം എനിക്ക് എൻ്റെ കുടുംബം അതുപോലെ തന്നെ അവരോടൊപ്പം അവരും ഇന്ന് എൻ്റെ ബിസിനസ്സിൽ എന്നോടൊപ്പം ഉണ്ട്. എൻ്റെ 2 മക്കളും അവരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ ബിസിനസ് നല്ല രീതിയിൽ എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടാണ് ബിസിനസ് മുമ്പോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് എൻ്റെ എംപ്ലോയീസും എന്നോടൊപ്പം വളരുന്നത്. അവരോടൊപ്പം ഒരുമിച്ച് ഈ ബിസിനസ് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുപോകണമെന്നും TVSലുള്ള എൻ്റെ വിശ്വാസം വളരെ വലുതാണ്. കാരണം 40 വർഷം TVSൻ്റെ ഒരു ഡീലർഷിപ്പ് കൊണ്ടു നടക്കുക എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ വളരെ ചുരുക്കം ബിസിനസ് ഹൗസ് മാത്രമേ അങ്ങനെ 40 ഇയേഴ്സ് TVSനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഡീലർഷിപ്പുകളുള്ളൂ. കേരളത്തിലെ തന്നെ ഒരേ ഒരു ഡീലറാണ് ഈ 40 വർഷം TVSൻ്റെ ഡീലർഷിപ്പ് കൊണ്ടുവരുന്നത്. വേറെ ഒരു ഡീലറും ഇന്ന് 40 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. അത് തന്നെ എനിക്ക് വളരെ അഭിമാനമുണ്ട് പറയുന്നതിനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും TVSനോടൊപ്പം ഈ വളർച്ച ഇനിയും മുമ്പോട്ട് പോകണം. ഇപ്പോൾ നമുക്ക് ഉള്ള പല ബ്രാഞ്ചസ് ഉണ്ട്. തൃപ്പൂണിത്തുറയിലും മാമംഗലത്ത് തുടങ്ങിയിരിക്കുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇനിയും ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ട് നമുക്ക് പ്ലാനുകളുണ്ട്. അത് അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം നമ്മുടെ മാർക്കറ്റ് ഷെയർ വെറും 3% ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത്. ആ മാർക്കറ്റ് ഷെയറിൽ നിന്ന് ഇന്ന് 25% മാർക്കറ്റ് ഷെയറിലാണ് നമ്മൾ ഈ ഡീലർഷിപ്പ് കൊച്ചിൻ മോട്ടോഴ്സ് എത്തി നിൽക്കുന്നത്. അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. സർവീസിൻ്റെ വോളിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നു ഏകദേശം ഒരു മാസമൊക്കെ 200-300 വാഹനങ്ങളായിരുന്നു സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്ന് ഒരു മാസം 3000-3500 വാഹനങ്ങൾ നമ്മൾ സർവീസ് ചെയ്യുന്നു. അതിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്പെയർ പാർട്സ് ബിസിനസ്സും വോളിയമും അതേപോലെ തന്നെ നമ്മൾ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായമായിട്ടുണ്ട്. ഈ വളർച്ച ഇനിയും ഉണ്ടാകണമെന്നും എല്ലാവരും എംപ്ലോയീസും നമ്മൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് നിന്ന് ഇത് വളർത്തിയെടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്നും ഒരു ഗ്രോയിങ് മാർക്കറ്റാണ്. ഇന്ത്യയിലെ ടൂ വീലർ ഇൻഡസ്ട്രി ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം അവരോട് ചേർന്ന് നിൽക്കുന്നോ, കസ്റ്റമേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നോ, അത്രയും കസ്റ്റമേഴ്സും നമ്മളോട് ചേർന്ന് നിൽക്കും. ഞാൻ എപ്പോഴും ഇവിടെ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ,
കസ്റ്റമേഴ്സിന് കോൺഫിഡൻസിലെടുക്കുക. അവർക്കൊരു ഫീലിംഗ് ഉണ്ടാകണം കൊച്ചിൻ മോട്ടോഴ്സ് എന്നുള്ള സ്ഥാപനം അവർക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ സർവീസ് ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അവരുടെ ഏത് കാര്യങ്ങൾക്കും അവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മളവർക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് എന്നും നമ്മളോടൊപ്പം നിൽക്കും. അവർ നമ്മുടെ ഒരു ആജീവനാന്ത കസ്റ്റമർ ബേസായിട്ട് മാറുകയും ചെയ്യും. Always evolving, always innovating, welcoming the endless possibilities of the future while staying grounded to its roots, TVS Cochin Motors derives its inspiration in motion from the best, the TVS Motor Company.